ഹലോ, നമസ്കാരം. ഇന്നത്തെ ഡിഷ് ഒരു ഡിന്നർ റെസിപ്പിയാണ് കേട്ടോ. ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റിനോ ലഞ്ചിനോ ഒക്കെ ഉണ്ടാക്കാം. ഒരു തവ പൊറോട്ട, മടക്കി പരത്തിയ ഒരു ചപ്പാത്തിയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തവ പൊറോട്ടയും കൂടാതെ അധികം ഓയിലൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആലു മേത്തിയുമാണ് കേട്ടോ. മേത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉലുവ ചീരയുടെ ഇലയും ആലു പൊട്ടറ്റോയും കൂടി ഉള്ളതാണ്. സൂപ്പറായിട്ട് വളരെ പെട്ടെന്ന് ഹെൽത്തി ആയി തയ്യാറാക്കാം. അപ്പോൾ ആലു മേത്തി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് കുറച്ച് ഓയിൽ, ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ട് ചെറുതായി അരിഞ്ഞിട്ടുള്ള പൊട്ടറ്റോ ആണ് ഇടുന്നത് കേട്ടോ. വേവിച്ചതല്ല, ഇത് വേവിക്കാനായിട്ടാണ് വെക്കുന്നത്. ഇതൊരു 3 വലിയ പൊട്ടറ്റോ ഉണ്ടായിരുന്നു. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് ഇങ്ങനെ തന്നെ വേവിച്ചെടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതിനെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം. ഈ ഓയിലിലും ഈ ചൂടിലുമാണ് ഇരുന്നിട്ട് നമ്മുടെ ഈ പൊട്ടറ്റോ വേവുന്നത്. ഇത് ചെറിയ ചെറിയ ക്യൂബുകളായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കിത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ അതിലേക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ കുറച്ച് പിടിച്ചിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടി ഇടാം കേട്ടോ. അപ്പം ഇതാ കണ്ടോ, നന്നായി വന്നിട്ടുണ്ട്. ഇതിനി തുറന്ന് കുറച്ച് 5 മിനിറ്റും കൂടി ഒന്ന് കുക്കാവട്ടെ. ഇങ്ങനെ വെക്കുമ്പോൾ നല്ല സോഫ്റ്റും ടേസ്റ്റും ക്രിസ്പിയും ആയിട്ടുണ്ടായിരുന്നു. എഗെയിൻ ഒരു അടച്ച് വെച്ച് 5 മിനിറ്റും കൂടി വെക്കുന്നുണ്ട്. കണ്ടോ, സൂപ്പറായിട്ട് അടിയൊക്കെ ക്രിസ്പി ആയിട്ട് പൊട്ടറ്റോ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് പൊട്ടറ്റോ തോരനായിട്ട്, പൊട്ടറ്റോ ഉപ്പേരി ആയിട്ട് ഇങ്ങനെ തന്നെ കഴിക്കാം, ചോറിൻ്റെ കൂടെയൊക്കെ. ഇനി നമുക്ക് ഇതിലേക്ക് ആലു മേത്തി ആയിട്ട് റെഡിയാക്കാം. അതിനായിട്ട് എഗെയിൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. 1 കപ്പ് ചെറുതായി ചോപ്പ് ചെയ്തിട്ടുള്ള ഒനിയനാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3 പച്ചമുളക്, രണ്ടും നന്നായി സോട്ട് ചെയ്തെടുക്കണം. നല്ല ഗോൾഡൻ കളർ ആവുന്നവരെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. ഇതൊന്ന് നന്നായി ഒന്ന് സോട്ട് ചെയ്ത് കുക്കാവട്ടെ. ഒനിയനൊക്കെ കുറച്ച് നല്ലോണം വേണം കേട്ടോ. ഇഞ്ചി വേണം എന്നുള്ളവർക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇടാം. ഞാൻ ഇട്ടിട്ടില്ല. ഇതിലൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടാം, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി, വറുത്ത ജീരകത്തിൻ്റെ പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ആംചൂറും കൂടി, ഉണങ്ങിയ മാങ്ങയുടെ പൊടിയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് പുളിക്കായിട്ട്. ഇതിൽ തക്കാളി ഒന്നും ഇടുന്നില്ല, അതുകൊണ്ട് തന്നെ സോഗിയാവില്ല. അത് നന്നായി മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ലവണ്ണം ഒരു 100 ഗ്രാമോളം കേട്ടോ. ഞാനൊരു 2 കെട്ട് ഉലുവ ചീരയാണ് എടുത്തിരിക്കുന്നത്. അതിനെ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഇതിലേക്ക് മിക്സ് ചെയ്ത് ഇനി ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പിടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഉപ്പും കൂടിയിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതിനെ ഒന്ന് അടച്ചു വെക്കാം. ഇതൊന്ന് കുക്കാവട്ടെ. ഇതിപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഈ ഉലുവച്ചീരയുടെ മേത്തി ലീവ്സിൻ്റെ നല്ലൊരു ഫ്ലേവർ വന്നിട്ടുണ്ട്. ഇത് നന്നായി കുക്കായിട്ടുണ്ട്. ഇനി അതിലേക്ക് ആ വേവിച്ച് വെച്ചിട്ടുള്ള പൊട്ടറ്റോയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. വളരെ സിമ്പിൾ എന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ആലു മേത്തിയും ചപ്പാത്തിയും കൂടി കഴിക്കാനായിട്ട്. ഇനി ഇതിനെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം എല്ലാ സ്ഥലത്തേക്കും. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സബ്ജിയും കൂടിയാണ്. ഉലുവച്ചീര ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ് കേട്ടോ. ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം ഇതിന് അധികം ഓയിലൊന്നും ഇല്ലാതെ തന്നെ ഒരു ക്രിസ്പിനെസ് ഈ പൊട്ടറ്റോനെ നമുക്ക് വന്നിട്ടുണ്ടാവും. ഇപ്പം ഇത് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് നമുക്ക് ഇതിനെ ഒന്ന് അടച്ച് വെക്കാം. കുക്കാവട്ടെ. എരിവ് പോരാന്നുള്ളവർക്ക് ഈ സമയത്തും വേണമെങ്കിൽ എരിവൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിനെ ഇപ്പം നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കുക്കാവും. അതിലെല്ലാറ്റിലും കോട്ടഡ് ആവട്ടെ നന്നായിട്ട്. ഇതായിപ്പോൾ നന്നായി കോട്ടഡ് ആയതുകൊണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു കുഞ്ഞൊരു ടിപ്പിട്ട് കുറച്ച് ബട്ടർ ഇതുപോലെ അങ്ങോട്ട് മുകളിലിട്ട് കൊടുത്ത് 5 മിനിറ്റും കൂടി ഇങ്ങനെ വെക്കുക ലോ ഫ്ലെയിമിൽ. ഇപ്പോൾ ഇതാ ബട്ടറും കൂടി ഇറങ്ങിയപ്പോൾ സൂപ്പർ ടേസ്റ്റും സൂപ്പർ മണവും കൂടി വരുന്നുണ്ട്. അപ്പം നമ്മുടെ റെഡി ആവുന്നുണ്ട്. ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പുളിക്ക് വേണ്ടി ലേശം ആംചൂറിന് പകരം ലേശം ലെമൺ സ്ക്യൂസ് ചെയ്ത് ഒഴിച്ചാലും മതി. അപ്പം നമ്മുടെ ആലു മേത്തി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തവ പൊറോട്ട ഉണ്ടാക്കാം. തവ പൊറോട്ട പറഞ്ഞാൽ മടക്കി പരത്തി വളരെ സോഫ്റ്റ് ആയിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു പൊറോട്ടയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചപ്പാത്തി മാവ് എടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാ ചപ്പാത്തി മാവ് തന്നെയാണ് എടുക്കുന്നത്. അതിനെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുക. നന്നായി ഒന്ന് ഉരുട്ടി ഒരു റൗണ്ടിലാക്കുക. കുറച്ച് കനം ഉണ്ടാവണം കേട്ടോ. തവ പൊറോട്ട കുറച്ച് കനത്തിലാണ് ഉണ്ടാവുക. ഇതിനെ ഒന്ന് പരത്തിയെടുക്കുക. ഒരുപാട് വലിയ റൗണ്ടിലൊന്നും പരത്തേണ്ട ആവശ്യമില്ല. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടറോ നെയ്യോ അതല്ലെങ്കിൽ എണ്ണയോ പുരട്ടി കൊടുക്കാം. ഞാൻ ഓയിലാണ് പുരട്ടി കൊടുത്തത്. അതിനെ ഇതുപോലെ അങ്ങോട്ട് മടക്കി കൊടുക്കുക. ആ മടക്കി കൊടുക്കുന്ന ഓരോ ലെയറിലും കുറച്ച് ഓയിൽ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. ഇത് നല്ല ലെയർ ആയിട്ടുള്ള പൊറോട്ട ആയിട്ട് വരും.
ഇതുപോലെ ഒന്ന് മടക്കുക. ഓരോ ലെയർ മടക്കുമ്പോഴും നമ്മൾ അതിൽ ഓയിലൊന്ന് തേച്ച് കൊടുക്കാൻ മറക്കരുത്. അപ്പോഴാണ് അത് ലെയറായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരിക. ഇത് വെറും ചായയുടെ കൂടെയും കഴിക്കാട്ടോ. ഇതിന് ഇതായി നമുക്കിനി പരത്തിയെടുക്കാം. ഇതിനി റൗണ്ടിലല്ല, മിക്കവാറും ഒരു സ്ക്വയർ ഷേപ്പിലോ അല്ലെങ്കിൽ ഒരു റെക്ടാങ്കിൾ ഷേപ്പിലാണ് പൊതുവെ തവ പൊറോട്ട വരിക. കുറച്ച് കനത്തിൽ ഉണ്ടാവുകയും വേണം കേട്ടോ. അപ്പോൾ അതാ കണ്ടോ, നമ്മുടെ തവ പൊറോട്ടയ്ക്കുള്ളത് റെഡി ആയിട്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നോർമലായിട്ട് നമ്മുടെ ചപ്പാത്തി പാൻ തന്നെയാണ് വെക്കുന്നത്. ചൂടാകുമ്പോൾ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് വെറും ചായയുടെ കൂടെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഒരു തവ പൊറോട്ട ഒരു 4-5 ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വയറ് നിറയുകയും ചെയ്യും, സോഫ്റ്റ് ആവുകയും ചെയ്യും. കണ്ടോ, അത് പെട്ടെന്ന് കുക്കാവും. മറിച്ചിടുക. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഓയിൽ ഇങ്ങോട്ട് ഡ്രിസിൽ ചെയ്ത് കൊടുക്കാം. ഓയിൽ ചെയ്യണം എന്നൊരു നിർബന്ധമില്ല, കാരണം നമ്മുടെ ഉള്ളിൽ ഓൾറെഡി നമ്മൾ ഓയിലൊക്കെ ഇട്ടിട്ടുണ്ട്. കണ്ടോ, ഇത് നന്നായി പൊള്ളച്ച് വന്നിട്ടുണ്ട്. ഇത് നല്ല ലെയറായി സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പനീർ കറിയോ ഏത് കറി വേണമെങ്കിലും ഉപയോഗിക്കുകയും ചെയ്യാം. ഞാൻ ഇതിൻ്റെ കൂടെ ഡ്രൈ ആയിട്ടുള്ള കറിയാണ് ഉപയോഗിക്കുന്നതെന്നേ ഉള്ളൂ. അപ്പം ഞാൻ പനീർ കറിയൊക്കെ ഇതിൻ്റെ മുമ്പ് റെസിപ്പീസ് ചെയ്തിരുന്നു. ആ റെസിപ്പിയുടെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം കേട്ടോ. ദാൽ മഖനിയും ഒക്കെ ഉണ്ട്, ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ അതാ നമ്മുടെ തവ പൊറോട്ട വാങ്ങിയേക്കാം. ഇനി ഇതെങ്ങനെയാണ് തുറന്നൊന്ന് നോക്കാം നമുക്ക്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. കണ്ടോ, ലെയർ ആയിരിക്കുന്നത് സോഫ്റ്റും നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ലെയറായി വന്നിട്ടുമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ തവ പൊറോട്ടയും ആലു മെത്തിയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.